ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിതയുടെ പരിചരണത്തിൽ നമ്മുടെ വിക്രമിനാണെങ്കിൽ ചികിത്സയൊക്കെ ലഭിക്കാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിലും ഇഷിതയ്ക്ക് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ കാണാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വിക്രമാണെങ്കിൽ താൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയതല്ലേ, തന്നിൽ നിന്ന് വിട്ടുപോയത്, ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യവും അങ്ങനെ ഒന്നും തന്നെ ചോദിക്കുന്നില്ല കേട്ടോ. പ്രേക്ഷകരെല്ലാം തന്നെ ആ ഒരു ചോദ്യങ്ങൾക്കും അവരുടെ ഒരു റൊമാൻറ്റിക് സീൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കാത്തിരുന്നത്. പക്ഷേ എന്തോ അതൊന്നും തന്നെ ചോദിക്കുന്നില്ല. വീട്ടിൽ നിന്ന് വന്നവരെ പോലെ തന്നെ സാധാരണ രീതിയിലുള്ള സംസാരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണല്ലോ. കാരണം പവിത്രമാണ് ഇപ്പോൾ എല്ലാ ജനഹൃദയങ്ങളിൽ തന്നെ വമ്പൻ ഹിറ്റായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദ വരുമ്പോൾ തന്നെ വേദ ചോദിക്കുന്നുണ്ട് ഇഷിതയോട് എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം തന്നോട് ചോദിച്ചോളൂ എന്നാ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയോട് പിന്നെ ചോദിക്കുന്നുണ്ട്, ദീപ്തി എന്ത് പറഞ്ഞു? അപ്പോൾ ആ കുട്ടി വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് വരുണിനെ കൊന്നതെന്നാണ്, താൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയും പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അതൊന്നും സാരമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് വിക്രമാണെങ്കിൽ വരുണാണെങ്കിൽ എന്നെ കാണാൻ വന്നു, അതുപോലെ തന്നെ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പോകുമ്പോൾ എന്തിനാ ഫോൺ ഓൺ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫോൺ ഓൺ ചെയ്യണ്ട, ഇനി ആദ്യം ട്രേസ് ചെയ്തിട്ട് പോലീസുകാർ ഇവിടെ എത്തും, അതുകൊണ്ട് ഫോണൊന്നും ഓൺ ആക്കണ്ട, എന്താ വരുൺ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അന്ന് വരുൺ തന്നെ കാണാൻ വന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതായത് നമ്മുടെ വാസ്തവൻ ചെറുപ്പം മുതലേ വരുണിനെ ഒന്നും ചെയ്യില്ലായിരുന്നു, പകരം വരുൺ എന്ത് ചെയ്താലും അമ്മേനെ ആയിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അത് അവൻ്റെ അമ്മയല്ല, ചെറുപ്പത്തിൽ 3 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണ്. അന്ന് മുതൽക്കേ തന്നെ ഞാൻ ഒരു പിടി കിട്ടാതെ ഇങ്ങനെ നടക്കുമായിരുന്നു, എൻ്റെ ജീവിതമേ വേറൊരു ലെവലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായി, ഞാനിപ്പോൾ എല്ലാം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല, ഇനി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കണം, ഗൾഫിൽ വല്ലൊരു ജോലി നോക്കണം, എനിക്ക് രാഷ്ട്രീയത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ല, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പിൻഗാമിയായി ഞാൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പിൻഗാമിയായിട്ട് വരാൻ ഇത് കുലത്തൊഴിലൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വരുണിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വിക്രമിന് വരുണിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ്. അങ്ങനെ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പിരിയുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിക്രം ഇങ്ങനെ മനസ്സ് വേദനിക്കാൻ കേട്ടോ. വിക്രമിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വരുന്നുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ വേദയ്ക്കും വല്ലാതെ വിഷമമാകുകയാണ് കേട്ടോ. വേദ പറയുന്നുണ്ട്, സങ്കടപ്പെടുകയൊന്നും വേണ്ട, എല്ലാത്തിനും ഒരു വഴിയുണ്ട്, പിന്നെ ഇനി മുതൽ ഒളിച്ച് താമസിക്കാൻ എൻ്റെ വീടായിരിക്കും ബെസ്റ്റ്, അവിടേക്കാകുമ്പോൾ ആരും തന്നെ അന്വേഷണവുമായിട്ട് വരില്ല, ഇവിടെ ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ, അതുപോലെ തന്നെ ഇഷിതയെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട, അവിടെയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നുകൊള്ളും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് നമ്മൾ രണ്ടുപേരും കൂടി തെളിയിക്കും. അതിന് ഇപ്പോൾ വിക്രമിന് ആവശ്യമായിട്ട് വേണ്ടത് റെസ്റ്റാണ്, വിക്രം ഒന്ന് നേരെ നിന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസവാക്കൊക്കെ നൽകി ഒരു ധൈര്യമൊക്കെ വേദ നൽകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഇഷിത കാപ്പിയായിട്ട് വരുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വേദ പിന്നെ ആ കാപ്പി ടേബിളിലേക്ക് വെച്ചിട്ട് വിക്രത്തിനെ കിടക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷിതയും വേദയും സംസാരിക്കുന്നതൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഇഷിത ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ മാരേജ്? ഞാനൊരു ലോക്കൽ ചാനലിൽ കണ്ടിരുന്നു, എന്തായാലും നാടകീയമായ രംഗങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ ക്രിയേറ്റ് ചെയ്തതല്ലേ, എന്തായാലും നിൻ്റെ വക്കീൽ ബുദ്ധിയിൽ ഈ കാഞ്ഞ ബുദ്ധി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ വേദ അതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല, ശരിക്കും അതൊരു നാടകം തന്നെയായിരുന്നു, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തതല്ല, യാദൃശ്ചികമായി സംഭവിച്ചതായിരുന്നു, ഈശ്വര നിയോഗം എന്ന് തന്നെ പറയാം. അന്ന് വിക്രം അവിടെ ഒരു തല്ലുണ്ടാക്കാൻ, ഒരു ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടി അവിടെ എത്തുകയും അതിനെ ചോദ്യം ചെയ്യാൻ വന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ കഴുത്തിലേക്ക് ആ പിടിവള്ളി വീഴുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കല്യാണം മുതൽ ഇതുവരേക്കുമുള്ള കാര്യങ്ങളൊക്കെ ഇഷിതയോട് പറയുകയാണ് കേട്ടോ വേദ. ഈ സമയത്ത് ഇഷിത ചോദിക്കുന്നുണ്ട്, ആഹാ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ, എന്തായാലും കൊള്ളാം, അപ്പോൾ നിനക്ക് എപ്പോഴാണ് വിക്രത്തിനെ ഇഷ്ടമായി തുടങ്ങിയത്, വിക്രത്തെ സ്നേഹിച്ചു തുടങ്ങിയത്, വിക്രത്തെ പ്രണയിച്ചു തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് പിന്നെ
നിന്നോട് നിൻ്റെ ഹസ്ബൻഡിനെ എപ്പോഴാണ് നിനക്ക് ഇഷ്ടമായി തുടങ്ങിയെന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ ഉത്തരവുണ്ടോ? അതുപോലെ തന്നെ ഏത് നിമിഷമാണ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് വഴിയൊരുക്കും എന്ന് മാത്രം എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങത്തടിയായിട്ട് നിൽക്കുന്നതാരാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ വാസുവിനെ ഭയക്കേണ്ടതില്ല. വാസുവിൻ്റെ പാട്ടിന് പോയിക്കോളും. പക്ഷേ ഇതിനെല്ലാം വിലങ്ങടിയായിട്ട് എൻ്റെ ചേട്ടനെ നിൽക്കുന്നത്. എൻ്റെ മുത്തശ്ശനാണെങ്കിൽ എൻ്റെ പേരിൽ കുറച്ച് ഫാക്ടറികളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ചേട്ടൻ്റെ കളികളാണ് ഇതൊക്കെ. ഈ സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട. ഞാനത് ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് വിക്രമിനും ഒട്ടും താല്പര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ദർശനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത്. അതാകുമ്പോൾ സ്വത്തുക്കളൊന്നും കൈവിട്ടു പോകില്ലല്ലോ. ദർശനം ഇതിനോടൊന്നും താല്പര്യമില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ഏട്ടൻ ഇങ്ങനൊരു സ്വഭാവക്കാരനായിപ്പോയി. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ്റെ ബുദ്ധി ഇനിയിപ്പോൾ അത് മാറാനും പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇഷിത ചോദിക്കുന്നത്, അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. നീ അവിടേക്കൊന്ന് എത്തിച്ച് തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം. അങ്ങനെ ഇഷിതയും അത് സമ്മതിക്കുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ് കേട്ടോ. കാരണം വാസവനും ശ്രീകാന്തും കൂടെ നമ്മുടെ വിക്രമാണെങ്കിൽ കാട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ തിരയാൻ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലഡിൻ്റെ തുള്ളികളൊക്കെ ഇങ്ങനെ വീണിട്ടുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെടിയേറ്റത് കൊണ്ട് തന്നെ വിക്രത്തിന് ഇവിടെ നിന്നും തനിയെ രക്ഷപ്പെടാനാവില്ല. ഇവിടെ എവിടെയെങ്കിലും ഒന്നെങ്കിൽ ചത്ത് അല്ലെങ്കിൽ പാതി ജീവനോടെ കിടക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെങ്ങും വിക്രമിനെ കാണാത്തത് കൊണ്ട് തന്നെ വിക്രമിനെ ആരും രക്ഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. റോഡ് സൈഡിലായിട്ടും ബ്ലഡിൻ്റെ തുള്ളികൾ കിടക്കുന്നത് കാണുമ്പോൾ അവിടെ വണ്ടി എത്തിയതായിട്ടും ആ വണ്ടിയിൽ കയറി പോയതായിട്ടും ഒക്കെ നമ്മുടെ ശ്രീകാന്തിന് സംശയം തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വാസവനോട് പറയുന്നുണ്ട്, കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയണം. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതിനൊക്കെ പിന്നിൽ എൻ്റെ പെങ്ങളുടെ കരങ്ങൾ കൂടി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവൾ വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് പോയതായിരിക്കാം. അവൾ എൻ്റെയൊക്കെ മുൻപിൽ അവനുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അവൾ തന്നെ വിക്രമിനെ രക്ഷിച്ചതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. എന്തായാലും അവനെ പൊക്കിയേ പറ്റുള്ളൂ. അവൻ തീർന്നെന്ന് കരുതിയതാണ്. അങ്ങനെ സാറിൻ്റെ മകനെ കൊന്നിട്ട് അവനിവിടെ ഞെളിഞ്ഞ് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റിയിട്ട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെ വർഷയുടെ അച്ഛനുണ്ടല്ലോ അങ്ങേരുടെ അടുക്കിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഇരുവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൾ ഇന്ന് പതിവില്ലാതെ അവളുടെ കാറൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവൾ പറഞ്ഞത് പൊടി പിടിച്ച് കിടക്കുകയല്ലേ, ഞാൻ തന്നെ കഴുകിയേക്കാന്ന് വെച്ചു. പിന്നെ കോടതിയിൽ പോകാൻ ഇത് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതി എന്നൊക്കെ പറയണം. അവളുടെ മുഖഭാവം കണ്ടിട്ട് തന്നെ യാതൊരുവിധ ടെൻഷനോ കൂസലോ ഒന്നും തന്നെ ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും വിക്രമിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. അതുകൊണ്ട് വിക്രം എവിടെ പോയതാണെന്നോ അല്ലെങ്കിൽ വിക്രമിന് എന്ത് സംഭവിച്ചെന്നോ എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റിയും പേടിയൊന്നും അവളുടെ മുഖത്തില്ല. അതുകൊണ്ട് തന്നെ വിക്രം സേഫ് ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ സഹായിച്ചത് അവളുമായിരിക്കും. വണ്ടിയിലെ മാറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് കഴുകി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ വിക്രമിനെ ഈ കാറിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ വിക്രമിൻ്റെ ചോരത്തുള്ളികളും എല്ലാം ഈ കാറിൽ വീണത് വാഷ് ചെയ്ത് കളഞ്ഞതാണെങ്കിലോ അവളെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ്, അച്ഛൻ്റെ ബുദ്ധിയും എല്ലാം അവൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛനും പറഞ്ഞിട്ട്, എങ്കിൽ മോനെ അവളെ സൂക്ഷിക്കണം, ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് അവൾ തെളിയിക്കുക തന്നെ ചെയ്യും, അതിനിടെ വരുത്തരുത്, വിക്രമിൻ്റെ അവസാനം അതായിരിക്കണം, അങ്ങനെ വിക്രം അവസാനിച്ചാലേ സത്യങ്ങളെല്ലാം മൂടി പോവുകയും ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെയും എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് വേദയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് വിക്രമിനെ അന്വേഷിച്ച് പോകുമായിരിക്കുമല്ലോ ശ്രീകാന്ത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ ഓരോ ഫോൺ കോളുകളും വേദ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വാസുവിനെ അടിക്കടി വിളിക്കുന്നതും അതുപോലെ തന്നെ വാസുവിനോട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ നമ്മുടെ വേദ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇഷിതയോട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ വിക്രത്തിനെ വീട്ടിലേക്ക് എത്തിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ദീപ്തിയെ കാണാൻ വേണ്ടിയിട്ട് വേദ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ദീപ്തിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ദീപ്തി അതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ വേദയെ അക്സെപ്റ്റ് ചെയ്യാനോ വേദ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൂടി
വേണ്ടി മനസ്സ് കാണിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, മോളെ ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എതിരായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ സത്യത്തിൻ്റെ ഭാഗത്തല്ലാതെ ഇന്നേ വരയ്ക്ക് നിന്നിട്ടുണ്ടോ? അതെൻ്റെ അച്ഛനായാലും ഭർത്താവായാലും ആര് തന്നെ ആയാലും സത്യം എന്നൊരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ പക്ഷത്ത് മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വരുണിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് പിന്നിൽ എൻ്റെ ഭർത്താവാണ്, വിക്രമാണ് കാരണക്കാരനെങ്കിൽ ഒരിക്കലും ഞാനതിനെ സപ്പോർട്ട് ചെയ്യില്ല. വിക്രമിനെ കോടതിയിൽ കയറ്റാൻ വേണ്ടി മാത്രമേ ഞാൻ ശ്രമിക്കുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദീപ്തി വിക്രമിനെ കണ്ട ആളുകളുണ്ട്, വിക്രമിനെ കണ്ട ആളുകൾ ദൃക്സാക്ഷികളുണ്ട്. അപ്പോൾ വിക്രം അവിടെ പിന്നെ എന്തിനു വന്നതായിരുന്നു, വിക്രം പോയിട്ടിരുന്ന ഷർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും വിക്രമിന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ ഭർത്താവിനെ ന്യായീകരിക്കുകയൊന്നും വേണ്ട, എനിക്കാ നഷ്ടപ്പെട്ടത്. പാവം വരുൺ തൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവനെ എല്ലാവരും കൂടി ചേർത്ത് കൊന്നുകളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ദീപ്തി സങ്കടപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദയാണെങ്കിൽ ചേർത്ത് പിടിക്കാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല വിക്രം ഇങ്ങനൊരു കാര്യം ചെയ്യില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വിക്രമിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്. വിക്രമിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാം. പക്ഷെ നീ വിക്രമിനെ വെറുക്കരുത്, വിക്രമാണ് തെറ്റ് ചെയ്തതെന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. നീ എനിക്കൊരു അവസരം താ, ഞാൻ തെളിയിച്ചു തരാം ആരാണ് യഥാർത്ഥ പ്രതിയെന്ന്. വരുണിനെ കൊന്നവൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരിക്കലും വിക്രമിൻ്റെ മേൽ നിന്റെ കണ്ണ് പതിയരുത്. ഇനി വിക്രമാണ് എന്ന അവസാന നിമിഷത്തിൽ തെളിയുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ അതിനു മുൻപ്, സത്യം തെളിയുന്നതിന് മുൻപ് നീ വിക്രമിനെ ജഡ്ജ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ വാക്കുകൾക്ക് മുൻപിൽ എന്തൊക്കെയോ ഒരു കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദീപ്തി അത് സമ്മതിക്കുകയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും കൂടി വിക്രമിനെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്, വാസ്തവനാണെങ്കിൽ പോലും. പക്ഷെ വിക്രമിനെ കൊല്ലുകയോ വല്ലതും ചെയ്താൽ ആ സത്യം, ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആ ഒരു സത്യം മൂടിപ്പോകുമ്പോളെ, അതുകൊണ്ട് വിക്രം പുറത്തിറങ്ങി ആ ഒരു സത്യം തെളിയിക്കണം. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ എന്ത് സഹായം വേണമെന്ന് ചേച്ചി പറയുന്നത്? ഒരു സഹായം വേണം. വിക്രം ഇപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. വാസ്തവൻ വിക്രമിനെ വെടിവെച്ചിരുന്നു, അപ്പോൾ ആ ഒരു റെസ്റ്റിലൊക്കെയാണ്. പക്ഷേ വിക്രമിനെ അവിടെ നിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് വിക്രമിനെ ഇവിടേക്ക് കൊണ്ടുവരാനാണ്. ഇവിടേക്കോ? ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛനും അമ്മയും ഏട്ടനൊക്കെ സമ്മതിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഇവരാരും സമ്മതിക്കില്ല, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരോട് ആരോടും പറയാതെ ഈ വീട്ടിൽ ഒളിപ്പിച്ച് താമസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാകുമ്പോൾ ഇവിടെയാകുമ്പോൾ ആരും അന്വേഷണത്തിന് ഒന്നും വരില്ല. വിക്രം കുറച്ചൊന്ന് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ വിക്രമിനെ പിന്നെ വെളിയിൽ ഇറക്കുകയാണെങ്കിൽ സത്യങ്ങളെല്ലാം നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. വിക്രം ഇതിന് പിന്നിലില്ല എന്നും ഇതിന് പിന്നിൽ മറ്റു കാര്യങ്ങളാണുള്ളതെന്നും എനിക്കറിയാം മോളെ. അതുകൊണ്ടാണ് നിനക്കറിയാമല്ലോ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ പറയാനോട്ടോ. അപ്പോൾ ദീപ്തി പറയാണ്, ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ വിക്രം ചേട്ടനാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി എൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ വേദയും പറയുന്നുണ്ട്, അതെനിക്കറിയാമല്ലോ, അത് ഞാനായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ സത്യം നമുക്ക് തെളിയിക്കണം, അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ, എന്ത് സഹായത്തിനും ചേച്ചിക്ക് ഞാൻ കൂടെ ഉണ്ടാവും. ആരോടും വിക്രച്ചേട്ടന് ഇവിടെയുള്ള കാര്യം ഞാൻ പറയില്ല. എന്ത് സഹായത്തിനും ചേച്ചിക്ക് എന്നെ വിളിക്കുക. എൻ്റെ വരുണിനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ്തി പൊട്ടി കരയാൻ കേട്ടോ. ഈ സമയത്ത് വേദയാണെങ്കിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇഷിതയോടാണെങ്കിൽ പറയുന്നുണ്ട് വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഇഷിത രാത്രിയാകുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും കാണാതെ എന്ന വേദയാണെങ്കിൽ വിക്രത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദയുടെ റൂമിലേക്ക് പോകാനുണ്ട്. ഈ ഒരു സമയത്ത് ദീപ്തിയാണെങ്കിൽ റൂമിനുള്ളിലൊക്കെ അവിടെ വീടിനുള്ളിൽ നിൽക്കുമായിരിക്കും. അങ്ങനെ ശ്രീകാന്ത് ആരെങ്കിലും ഉണരുന്നുണ്ടോ എന്നും എന്തെങ്കിലും ശബ്ദമുണ്ടോ എന്നും ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ദീപ്തിയും ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദ വിക്രത്തിനെ വളരെ സാഹസികമായി തന്നെ റൂമിലെത്തിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് നല്ല ഭയമുണ്ട് കേട്ടോ. ഇതേ സമയത്ത് വേദ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അതായത് കാലിൽ കെട്ടുള്ളത് കൊണ്ട് തന്നെ ശരിക്കും നടക്കാൻ പറ്റില്ല. അപ്പോൾ വേദയുടെ തോളിലും വേദയുടെ വയറ്റിലും ഒക്കെ ആയിരിക്കും നമ്മുടെ വിക്രമിൻ്റെ കൈകൾ. അങ്ങനെ വിക്രം ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വിക്രമിനും ഒരു നാണമുണ്ട്, വേദയ്ക്കും ഒരു നാണമുണ്ട്. പരസ്പരം രണ്ടുപേരും നോക്കിയൊക്കെ ചിരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെന്ന് വേദയുടെ ബെഡിൽ കിടക്കാൻ പറയുകയാണ്. ഈ
സമയത്ത് വേദയാണെങ്കിൽ വിക്രം പറയുന്നുണ്ട്, ഞാൻ കാരണം തനിക്ക് ബുദ്ധിമുട്ടായല്ലേ, എന്ത് ബുദ്ധിമുട്ട്, നിങ്ങളെ സംരക്ഷിക്കേണ്ടതും രക്ഷിക്കേണ്ടതും എൻ്റെ ചുമതലയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം അപ്പോഴായിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്നാണ് നീ പറഞ്ഞു കഴിഞ്ഞത്, പിന്നല്ലേ താൻ കെട്ടിയ താലിയല്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്, എന്നിട്ട് നീ അങ്ങനല്ലല്ലോ ഇതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ പോലും നീ എന്നിൽ നിന്ന് മാറി നിൽക്കുകയല്ലായിരുന്നോ, നീ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് വരെ അയച്ചില്ലേ. അപ്പോഴായിരിക്കും വിക്രമിനോട് വേദ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. വേദ തന്നിൽ നിന്നും മാറി നിന്നതിന് എന്താണ് കാരണക്കാരൻ, അതിന് കാരണക്കാരൻ ശ്രീകാന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാൻ കേട്ടോ. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ആ ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ, എനിക്കതിന് സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ വിക്രം എന്നെ ഉപദ്രവിച്ച സമയത്തും അല്ലെങ്കിൽ ആ വീട്ടിൽ എത്ര സാഹചര്യങ്ങൾ എനിക്കെതിരായിട്ട് നിന്നിട്ടുണ്ട്, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് ഇറങ്ങിപ്പോകണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല, അവിടെ തന്നെ പിടിച്ചു നിന്നില്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് മാറുമോ, അപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് ഇതിന് പിന്നീടുള്ള ശ്രീകാന്തിൻ്റെ ആ ഒരു ചതി പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നിരുന്നത്. ആ ഒരു സമയത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, കഥ മാറി മറിഞ്ഞത് എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയത്ത് വിക്രം നിറ കണ്ണുകളോടെ വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു നിമിഷം ഞാൻ നിന്നെ സംശയിച്ചു, കാരണം നീ എന്നിൽ നിന്നും വിട്ടുപോയതാ, എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ട് നീ പോയതാണെന്ന്. കാരണം അത് ഞാൻ ഉറപ്പിച്ചത് ആ ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ അത് നീയല്ല നിൻ്റെ ഏട്ടനാണ് അയച്ചതെന്ന് നീ പറഞ്ഞു എന്ന്. അപ്പോഴും ഞാൻ വിശ്വസിച്ചത് നീയാണല്ലോ ഒപ്പിട്ടത്, അതുകൊണ്ട് നിൻ്റെ പകുതി മനസ്സ് പോലും ഇല്ലാതെ, പകുതി സമ്മതം പോലും ഇല്ലാതെ ആ ഒരു നോട്ടീസിൽ ഒപ്പിടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ വല്ലാതെ വേദനിച്ചു. നീ ഇല്ലാതായപ്പോഴാണ് വേദ എനിക്ക് ആ ഒരു വീട് ഒരു ശൂന്യമായിട്ട് തോന്നിയത്, നീ റൂമിലില്ലാത്തത് എനിക്കെന്തോ മാനസികമായിട്ട് തളർത്തി കളഞ്ഞെന്നെ, എനിക്ക് നിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. കാരണം വേദ കേൾക്കാൻ ആഗ്രഹിച്ചതും ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങളായിരുന്നു വിക്രമിൻ്റെ വായിൽ നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണേ. അങ്ങനെ വേദ പറയുന്നുണ്ട്, മതി മതി, സാരില്ല, ഇനി അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇനി ഇവിടെ വീട്ടിലുള്ളവരെ ഉണർത്തുവൊന്നും വേണ്ട, നീയേ ഈ കട്ടിലിൽ കിടന്നു, അതെ ഒന്ന് കിടക്കണം, ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്, നല്ല വേദനയും എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ വേദനയൊക്കെ മാറിയിട്ട് വേണം നമുക്ക് ഇതിന് പിന്നിലുള്ള ആളെ തപ്പി ഇറങ്ങാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് നിനക്ക് ഇതിന് പിന്നിൽ നല്ല സംശയമുണ്ടോ, അല്ലെ പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ മാത്രം കരുവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കൊലപാതകമായത്, അതുകൊണ്ടല്ലേ ഞാൻ ധരിച്ച അതേ ഷർട്ട് അവനെ കൊണ്ട് ധരിപ്പിച്ചതും അതുപോലെ തന്നെ വിക്രം എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയതുമൊക്കെ ഇതിന് പിന്നിൽ പുളിക്കൻ്റെ ഒരു കടന്നുകയറ്റം കൂടി ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പുളിക്കനും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് പറയാണ് വേദ. പിന്നീട് പറയുന്നത്, ഇതിന് പിന്നിലൊക്കെ ഒരാളുടെ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അത് മറ്റാരുമല്ല എൻ്റെ ഏട്ടൻ തന്നെ. നിൻ്റെ ഏട്ടൻ എന്താണോ എന്നോട് ഇത്ര വൈരാഗ്യം, ഏട്ടൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയതിനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, പെങ്ങളുടെ പേരിൽ കുറച്ച് സ്വത്ത് വകകളുണ്ട്, അതൊക്കെ ഏട്ടന് കിട്ടാതിരിക്കുമോ എന്നുള്ള ഭയമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, തനിക്ക് ഈ സ്വത്തുക്കളൊക്കെ വല്ല ആവശ്യമുണ്ടോ, താൻ ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്യുന്നു, ആ ഒരു സമ്പാദ്യം പോരെ നമുക്ക്, അതൊക്കെ അവന് തിരികെ കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് വേദ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ ഒരു ഫാക്ടറികളോ ബിസിനസ് സ്ഥാപനങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, അതിനോടൊന്നും എനിക്കൊരു അതിമോഹവും ഇല്ല താനും, എൻ്റെ അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന കാശ് മതിയെന്ന് എനിക്ക്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അവനത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അത് വല്ല അനാഥ കുട്ടികൾക്കും എഴുതി കൊടുത്തെങ്കിലും ശരി, അത് അവനെ കൊണ്ട് അനുഭവിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഒരു പ്രത്യേക കാരണങ്ങളുണ്ട്, ഈ ഒരു കൊലയ്ക്ക് പിന്നിൽ എൻ്റെ ഏട്ടനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയാണ്, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഡൗട്ട്, അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ വിക്രം ഈ റൂമിൽ നിന്ന് ഇറങ്ങരുത്, അത് മാത്രമേ ഉള്ളൂ, പിന്നെ സംസാരിക്കുകയും ചെയ്യരുത്, ഈ ഫോൺ ഓൺ ചെയ്യുകയും ചെയ്യരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വീട് എന്നാലേ നമുക്ക് കിടക്കാം, രാത്രി ഒരുപാട് വൈകി എന്ന് പറയുകയാണെ. ദീപ്തി പുറത്ത് കാവലുണ്ട്. ദീപ്തിയോടൊപ്പം താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾ വിക്രമല്ല അത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് വിക്രമിനെ കുറച്ച് ഒളിച്ച് താമസിപ്പിച്ചാലേ സാധിക്കുകയുള്ളൂ, ഇനി വിക്രമാണോ അതോ മറ്റാരെങ്കിലും ആണോ കൊന്നതെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലൊന്ന് സെറ്റാക്കി വെച്ചിരിക്കുക. പിന്നെ വരുണിൻ്റെ കൊലപാതകം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു, മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ അവൾ കടന്നു പോകുന്നത്, അതുകൊണ്ട് ഒരു കാര്യം അവളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ പിന്നീട് ഇരുവരും കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ഒരു ബെഡ്ഷീറ്റ് നിലത്തേക്ക് വിരിക്കുകയാണ് വേദ.
ഒരു സമയത്ത് വിക്രം പറയുന്നുണ്ട്, താനെന്തിനാണോ നിലത്ത് കിടക്കുന്നത്, തൻ്റെ കട്ടിൽ ഞാൻ കയ്യേറിയല്ലേ, താനിവിടെ കിടന്നോ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ വിക്രമാദിത്യ, തൻ്റെ വീട്ടിലും ഞാൻ നിലത്തല്ലേ കിടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, അത് അവിടെയല്ലേ, ഇതിപ്പോൾ തൻ്റെ റൂം, തൻ്റെ വീട്, തൻ്റെ ബെഡ്, അതിൽ ഞാൻ കയ്യേറുന്നില്ല, താൻ കട്ടിൽ കിടന്നോ, ഞാൻ നിലത്ത് കിടന്നാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ രോഗിയല്ലേ, അതുകൊണ്ട് കട്ടിൽ തന്നെ കിടന്നോ, എങ്കിൽ പിന്നെ ഈ കട്ടിൽ രണ്ടാക്കി കിടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് താനും ഇവിടെ കിടന്നു എന്ന് പറയുമ്പോൾ വേദ ഒരു ചെറു പുഞ്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമിനും ഒരു ഒരു പുഞ്ചിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയാം, ഇനിയിപ്പോൾ രാത്രിയായി എൻ്റെ കയ്യെങ്ങാണം തൻ്റെ മേളിലോ തൻ്റെ കയ്യെങ്ങാണം എൻ്റെ മേളിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ താൻ രോക്ഷാകുലനാകില്ലേ, ഒരിക്കൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന്, അയ്യേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നപ്പോൾ താൻ എന്താ പറഞ്ഞത്, 1 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, അപ്പോൾ ഒരിക്കലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ, ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെയല്ല ചോദിച്ചത്, അതുകൊണ്ട് താനിപ്പോൾ ഈ കട്ടിലെല്ലാം കിടന്നാൽ മതി, എന്ത് സംഭവിക്കുന്നത് ഞാനെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ കട്ടിൽ തന്നെ കിടന്നുറങ്ങാണ് കേട്ടോ. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്, ഒപ്പം തന്നെ വിക്രമിനും ഒരുപാട് സന്തോഷമാകാണ്. ഇടയ്ക്ക് വിക്രം ഇങ്ങനെ തിരിഞ്ഞ് വേദയെ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വേദ ഉറങ്ങിയെന്ന് കരുതുന്നുണ്ട്. പക്ഷേ അപ്പോഴും വേദയാണെങ്കിൽ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിക്രമിനെ കുറിച്ച് ആലോചിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വേദയെ വിളിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി വേദ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട്, എന്താണ് നീ വൈകുന്നത്, വേഗം ഒന്ന് ഫുഡ് കഴിക്കും, നിനക്ക് പോകണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ ഞാൻ കഴിച്ചോളാം, കുറച്ച് പരിപാടികളുണ്ട്, അമ്മ എല്ലാവർക്കും കൊടുത്തോളൂ, ഞാൻ വന്നേക്കാം എന്ന് പറയാണ്. അങ്ങനെ ഫുഡ് എല്ലാവരും കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം വേദ പോയി കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ദീപ്തി കഴിക്കുന്നതിൽ നിന്ന് 2 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വേദ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വിക്രമിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം, അമ്മയുടെ കൈപ്പിണ്ണയും അത് അപാര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ആ ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ അതേ കൈപ്പിണ്ണയാണ്, ഇപ്പോഴല്ലേ മനസ്സിലായത് തനിക്ക് ഈ കൈപ്പിണ്ണി ഇവിടുന്ന് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ആസ്വദിച്ച് ആ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ വിക്രമും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരിക്കെ അങ്ങനെ വേദനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വേദയുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വേദ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകുന്നു? ഞാൻ ഓഫീസിലേക്ക് പോകുന്നു. എന്താ പോകണ്ടേ, അതോ ഓഫീസിനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിൻ്റെ അഹങ്കാരം കുറച്ച് അധികം ആകുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ നെഗ്ലിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇത് അധികം നല്ലതിനല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയട്ടെ, സാരമില്ല, കുറച്ച് നെഗ്ലിച്ചാലേ കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിയുള്ളൂ, ഏട്ടൻ കുറേ നെഗ്ലിച്ചല്ലേ, ഇനി ഞാൻ കുറേ നെഗ്ലിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ മൂന്ന് വെച്ച് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് പോലീസ് പൊക്കുമെന്നാണ് പറയുന്നത്, അവനെ കാട്ടിലൊക്കെ പോയി തിരഞ്ഞിട്ട് കിട്ടിയില്ലാന്ന്, പിന്നെ അവനെ ആര് രക്ഷിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ അവൻ എവിടെയാണുള്ളതെന്ന് പോലീസുകാർ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ വേദ പറഞ്ഞിട്ട്, കണ്ടുപിടിക്കണം, കൊലയാളിയെ കണ്ടുപിടിക്കുക തന്നെയല്ലേ വേണ്ടത്, എന്നിട്ട് കൊലയാളിയെ ശിക്ഷിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില്ല ഞാനും. ആ വരുണിനെ കൊന്ന ആ വിക്രമാണെങ്കിൽ വിക്രം, ആരാണോ കൊന്നത് അവന് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് ഞാനും ഈ നെട്ടോട്ട് ഓടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വേദയുടെ ഈ ഒരു വാക്കുകളിൽ ഒരു ഭീഷണി മുഴങ്ങുന്നത് ശ്രീകാന്തിന് അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വാസുവിനെ ഇളക്കി വിടുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് വിക്രമിനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ സത്യങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്താണ് വരുണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ നൽകിയതെന്നുള്ള കാര്യം തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ജയിലിൽ പോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസ്തവനാണെങ്കിൽ തന്നെ ചതിച്ച ശ്രീകാന്തിനെ വകവരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും നമ്മുടെ വേദ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വേദയുടെ ഏട്ടനായതുകൊണ്ട് തന്നെ അങ്ങനെ കൊല്ലാനൊന്നും വിട്ടുകൊടുക്കില്ലല്ലോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സല്ലല്ലോ നമ്മുടെ വേദയുടേത്. അങ്ങനെ വേദയാണെങ്കിൽ ശ്രീകാന്തിനെ വാസുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്, പകരം നിയമത്തിന് മുന്നിൽ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ജയിലിലേക്ക് പോകുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ദീപ്തിയും സത്യങ്ങളും തിരിച്ചൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്.